Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പം നമ്മൾ കേരള സെറ്റ് പേപ്പർ 1 വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ് പ്രിപ്പറേഷൻ വീഡിയോസ് ചെയ്തിരുന്നു, PYQ സീരീസ് ചെയ്തിരുന്നു, ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഇസ് ഓവർ. ഇനി നിങ്ങളുടെ എക്സാംസിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. സോ ഐ എം ഡൂയിങ് എ ലാസ്റ്റ് ലാബ് റിവിഷൻ സീരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ്. നമ്മുടെ ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അനലൈസ് ചെയ്തിരുന്ന എപ്പോഴും ബാക്ക് ടു ബാക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു 15 മാർക്സ് ഉറപ്പിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ലെറ്റ്സ് ഗോ. ഫിലോസഫിയുടെ ബ്രാഞ്ചസ് എപ്പോഴും ബാക്ക് ടു ബാക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്താണ് ഫിലോസഫി? ഫിലോസഫിയുടെ മീനിങ് ലവ് ഫോർ വിസ്ഡം എന്നാണ്. ഫിലോ മീൻസ് ലവ് ആൻഡ് സോഫിയ മീൻസ് വിസ്ഡം. സോ ഫിലോസഫി മീൻസ് ലവ് ഫോർ വിസ്ഡം. ഫിലോസഫി തിയറിയും എഡ്യൂക്കേഷൻ അതിൻ്റെ പ്രാക്ടീസുമായിട്ടാണ് പല പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത്. ഇനി ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി നോക്കാം. മേജർ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്സ് ആണ്, വിച്ച് ഇസ് ദ തിയറി ഓഫ് റിയാലിറ്റി. ആക്സിയോളജി വിച്ച് ഇസ് ദ തിയറി ഓഫ് വാല്യൂസ്. ആക്സിയോളജിയുടെ അടിയിൽ വരുന്ന രണ്ട് സബ് ബ്രാഞ്ചസ് ആണ് എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ്. എത്തിക്സ് എന്ന് പറയുന്നത് മൊറാലിറ്റിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, വേറെ എസ്തെറ്റിക്സ് ഇസ് ടോക്കിംഗ് അബൌട്ട് ബ്യൂട്ടി. ആൻഡ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് തിയറി ഓഫ് നോളജ് ആണ്. ഓൺടോളജി എന്ന് പറയുന്നത് തിയറി ഓഫ് ഒറിജിൻ ആണ്. കോസ്മോളജി എന്ന് പറയുന്നത് തിയറി ഓഫ് യൂണിവേഴ്സ് ആണ്. ആൻഡ് ഫൈനലി ഫിനോമിനോളജി എന്ന് പറയുന്നത് തിയറി ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി ബാക്ക് ടു ബാക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. X1 ക്രിട്ടിക്കൽ പെഡഗോഗി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കേരള സെറ്റിൽ കാണാൻ സാധിക്കില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇസ് ബിക്കോസ് കേരള കരിക്കുലർ ഫ്രെയിംവർക്ക് 2007 ആസ് വെൽ ആസ് 2023 വിച്ച് വാസ് റീവാംഡ് ഇൻ 2023 രണ്ടും ഫോളോ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. ക്രിട്ടിക്കൽ പെഡഗോഗി മുമ്പോട്ട് വെച്ച ആളുടെ പേരാണ് പോൾ ഫ്രയർ. മുമ്പോട്ട് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം കോയിൻ ചെയ്തത് ഹെൻറി ഗുറിക്സ് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അതിനെ പോപ്പുലറൈസ് ചെയ്ത ആളാണ് പോൾ ഫ്രയർ എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ ഇസ് എ ടൂൾ ഫോർ സോഷ്യൽ ചേഞ്ച് എന്നാണ് പോൾ ഫ്രയർ ആയാലും ഹെൻറി ഗുറിക്സ് ആയാലും വിശ്വസിക്കുന്നത്. അതായത് കുട്ടികൾ തങ്ങൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ നോളജിനെ അല്ലെങ്കിൽ കണ്ടന്റിനെ എപ്പോഴും ചോദ്യം ചെയ്യണം. അവരെ സംബന്ധിച്ച് അവരുടെ മണ്ടയിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അതോറിറ്റേറിയനിസം ആരും കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പെഡഗോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പ്രോബ്ലം പോസിങ് എഡ്യൂക്കേഷൻ മുമ്പോട്ട് വെക്കണം, കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കണം, അതുപോലെ ഡയലോഗ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കണം കൂടുതൽ വേണ്ടത്. അതേസമയം ക്രിട്ടിക്കൽ പെഡഗോഗി ഒപ്പോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനെയാണ്. അതായത് കുട്ടികളെ നമ്മൾ ഒരു സമയത്ത് അതായത് പൊള്ളയായ പാത്രങ്ങളായിട്ട് കണ്ടിട്ട് ആ പാത്രത്തിലേക്ക് നോളജ് നിറയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ആൾക്കാർ കാണുന്നത്. അത് അങ്ങനെ കാണാതെ പകരം കുട്ടി തന്നെയാണ് ഈ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ ചോദ്യം ചെയ്യുന്നതും. ആ ചോദ്യം ചെയ്യലിലൂടെ കുട്ടിയുടെ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, ഒരു ഡൈനാമിക് നോളജ് ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നതാണ് ക്രിട്ടിക്കൽ പെഡഗോഗി. സോ പോൾ ഫ്രയർ എഴുതിയ ഒരു പുസ്തകമാണ് പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ്. അതാണ് ഈ ക്രിട്ടിക്കൽ പെഡഗോഗിയെ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ സാധിച്ച പുസ്തകം. ഫ്രയറിയൻ പെഡഗോഗി എന്നാണ് ക്രിട്ടിക്കൽ പെഡഗോഗിനെ അറിയപ്പെടുന്നത്. അതുപോലെ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രിട്ടിക്കൽ തിയറി ആയിരിക്കും ചോദിക്കുന്നത്. ക്രിട്ടിക്കൽ പെഡഗോഗിയും ക്രിട്ടിക്കൽ തിയറിയും ഡിഫറെൻ്റ് ആണ്. ക്രിട്ടിക്കൽ പെഡഗോഗി വാസ് കോയിൻഡ് ബൈ ഹെൻറി ഗ്യൂറിക്സ് ബട്ട് പോപ്പുലറൈസ്ഡ് ബൈ പോൾ ഫ്രയർ. പക്ഷെ ക്രിട്ടിക്കൽ തിയറി ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ് വിച്ച് വാസ് പുട്ട് ഫോർവേഡ് ബൈ ജർഗൻ ഹെബർമാസ്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കാര്യമാണ് കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേർഷ്യ ആൻഡ് വാല്യൂ ക്രൈസിസ് തമ്മിൽ നമുക്ക് ഒരു ഐഡിയ ഇപ്പോഴും ക്ലിയർ അല്ല, എനിക്ക് തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞൊരു ഒരു കമൻറ്റ് കണ്ടിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ടേം മുമ്പോട്ട് വയ്ക്കുന്നത് WF ഓക്ബേൺ ആണ്. അദ്ദേഹം ഇത്രേ പറയുന്നുള്ളൂ, നമ്മുടെ കൂടെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ വാല്യൂസിന് അതിനോടൊപ്പം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെയാണ് അദ്ദേഹം കൾച്ചറൽ ലാഗ് എന്ന് വിശ്വസിപ്പിച്ചത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ചുറ്റും ഇന്റർനെറ്റിന്റെ ഇൻവെൻഷൻ വന്നിട്ട് ഒരുപാട് നാളായി. ആൻഡ് സൊസൈറ്റി പലപ്പോഴും അതിനെപ്പറ്റി കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം തീ പോലെ
പടർന്നു പിടിക്കുകയും ചെയ്തു. അപ്പോൾ പലർക്കും ഓൺലൈൻ പ്രൈവസിയെ പറ്റിയോ എത്തിക്സിനെ പറ്റിയോ ഒന്നും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ഇൻ്റർനെറ്റ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പം എല്ലാവരെയും എല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഒരു മെറ്റീരിയൽ സാധനം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്ത് തീ പോലെ പടർന്നു കഴിയും. നമുക്ക് പലപ്പോഴും അതിനെപ്പറ്റി ഫുള്ളി മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മൾ അതിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പറ്റാവുന്ന ഒരുപാട് അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കൾച്ചറൽ ലാഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വന്നു, നമ്മൾ അതിനെ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് അത് തീ പോലെ പടർന്നു കഴിഞ്ഞു. ആൻഡ് വി ആർ ഓൾസോ ഫോഴ്സ് ടു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് കൾച്ചറൽ ലാഗ് ഉണ്ടെന്ന് പറയാം. അതേസമയം കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം വളരെ കോൺഷ്യസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് വരുന്നത്. നമുക്കറിയാം റിന്യൂവബിൾ എനർജി നമ്മുടെ ലൈഫിന് നല്ലതാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനെപ്പറ്റി നമ്മൾ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുമുണ്ട്. കൾച്ചറൽ ലാഗിൻ്റെ സമയത്ത് നമുക്ക് അത്രയും ബോധവൽക്കരണം ഉണ്ടായിന്ന് വരില്ല. ബട്ട് കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി എല്ലാ ആസ്പെക്റ്റും അറിയാം. നമുക്കറിയാം റിന്യൂവബിൾ എനർജിയാണ് ഏറ്റവും നല്ലത്, നല്ല ടെക്നോളജി. പക്ഷേ ഇപ്പം EV വെഹിക്കിൾസിന് പൈസ കൂടുതലായതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ഞാൻ എൻ്റെ ഡീസലോ പെട്രോളോ വണ്ടിയോ മാറ്റാൻ തയ്യാറല്ല എന്നുള്ളൊരു സ്റ്റബേൺ ഡിസിഷൻ എടുക്കുന്നിടത്താണ് നമ്മളതിനെ കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറയും. ഫൈനലി വാല്യൂ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ചില നല്ല ട്രഡീഷണൽ വാല്യൂസ് നമ്മൾ മനഃപൂർവ്വം അതുമായിട്ട് എന്ത് ചെയ്യുന്നു, കോൺഫ്ലിക്റ്റഡ് ആവുന്നു. ആൻഡ് നമ്മൾ ഇനി അത് ഫോളോ ചെയ്യില്ല എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ നമ്മളതിനെ വാല്യൂ ക്രൈസിസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടിരുന്ന ഒരു ട്രഡീഷനാണ് ദറ്റ് എല്ലാവരും കല്യാണം കഴിച്ച് സന്തോഷമായി സെറ്റിൽ ഡൗൺ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഉള്ള നമ്മുടെ സൊസൈറ്റിയിലെ ഒരുപാട് കുട്ടികൾ അങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇസ് മാരേജ് ആക്ച്വലി സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ റേസ് ചെയ്യുകയും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ നമ്മുടെ ഓൾഡർ ജനറേഷൻ അതിനെ വാല്യൂ ക്രൈസിസ് എന്നാണ് പറയുന്നത്. ഇൻ ആക്ച്വൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് വാല്യൂ ക്രൈസിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് ഫീൽ ചെയ്ത ഒരു ഇമോഷനാണ്. വേറാസ് ഹൂ ഇസ് പ്രാക്ടീസിങ് വാല്യൂ ക്രൈസിസ് അവർക്കത് ഫീൽ ചെയ്യണമെന്നില്ല. അതുപോലെ വാല്യൂ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബെറ്റർ എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് പണ്ടുള്ള എല്ലാവരും പറയുന്നത് ദറ്റ് യു ഷുഡ് ഓൾവേസ് ഹാവ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമുക്ക് നമ്മുടേതായിട്ടൊരു ചിട്ടയായ അടുക്കും ചിട്ടയുള്ള ജീവിതം വേണം, നമ്മൾ അമ്പലത്തിൽ പോകണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങൾ റിലീജിയസ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ. അതിനോടൊപ്പം അവർ ഡ്രഗ് അബ്യൂസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം ദർ ഇസ് വാല്യൂ ക്രൈസിസ്. ബട്ട് വാല്യൂ ക്രൈസിസ് എന്നുള്ള കോൺസെപ്റ്റ് ഒരു ഡബിൾ എഡ്ജ് സോർഡാണ്. ആൾക്കാർ ആരാണോ അതിനെ വാല്യൂ ചെയ്യുന്നത്, ആ വാല്യൂവിനെ നോക്കുന്നത്, അവൻ്റെ പെർസ്പെക്റ്റീവിന് അത് ക്രൈസിസോ അല്ലാതെയോ ആകാം. പക്ഷെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും വാല്യൂ ക്രൈസിസ് എന്താണെന്നുള്ളത്. കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ആ സിറ്റുവേഷനെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്, എന്നിട്ടും നമ്മൾ സ്റ്റബേൺ ആണെങ്കിലാണ് കൾച്ചറൽ ഇനേർഷ്യ. കൾച്ചറൽ ലാഗ് നമ്മൾ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ല. ഇപ്പം ഫോണിൻ്റെ യൂസേജ് വന്നു, വളരെ വയസ്സായ ആൾക്കാർക്ക് ഫോൺ യൂസ് ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെടുകയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ കംപ്ലീറ്റ്ലി എഡ്യൂക്കേറ്റഡ് അല്ല അതിൻ്റെ ഗുഡ് സൈഡിനെയും ബാഡ് സൈഡിനെയും പറ്റി. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വി സേ ദാറ്റ് ഇറ്റ് ഇസ് കൾച്ചറൽ ലാഗ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ദെൻ എപ്പോഴും ചോദിച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ മൊബിലിറ്റി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ വളരെ താഴെ തട്ടിലുള്ള ഒരു ക്ലാസ്സിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ലെവലിലേക്ക് പോകും. കാരണം എഡ്യൂക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യും. നമ്മൾ ഓരോ തട്ടിൽ നിന്നും അടുത്ത തട്ടിലേക്ക് പോകാൻ ആസ് എ പേഴ്സൺ വിൽ കീപ്പ് ഓൺ സ്ട്രൈവിങ്. പല ടൈപ്പ് ഓഫ് മൊബിലിറ്റി ഉണ്ട്. വെർട്ടിക്കൽ മൊബിലിറ്റിയാണ് എപ്പോഴും കണ്ടുവരുന്ന സോഷ്യൽ മൊബിലിറ്റി. ഒരു തട്ടിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് പോവുക, അതായത് മിഡിൽ ക്ലാസ്സിൽ നിന്നും ഹൈ ക്ലാസ്സിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി. ബാക്കിയുള്ള മൊബിലിറ്റീസ് ഒന്നും ചോദിച്ച് തട്ടിട്ടില്ല, പിന്നെ ക്ലാസ്സിൽ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ള വേർഡിങ്സ് ഓർത്തു വയ്ക്കുക. സോവറിറ്റി, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രസി, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്.
അതുപോലെ ഫണ്ടമെൻ്റൽ ആർട്ടിക്കിൾസ് പാർട്ട് 3 ആണ് ഫണ്ടമെൻ്റൽ ആർട്ടിക്കിൾസ് വരുന്നത്. അതിൽ 21A ഇസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ് 6 to 14. ബാക്ക് ടു ബാക്ക് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ കീപ് ദാറ്റ് അറ്റ് മൈൻഡ്. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റിനകത്ത് വരുന്നതാണ് ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ്, ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 46 എല്ലാം വായിച്ചു നോക്കുക. അതുപോലെ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് 51AH and 51AK. പ്ലീസ് സീക്ക് ടു ഇറ്റ് ദാറ്റ് യു റീഡ് ഇറ്റ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30, ആർട്ടിക്കിൾ 350A ആൻഡ് ആർട്ടിക്കിൾ 351. 21A ആണ് എപ്പോഴും ചോദിച്ചും കാണാറ്. അപ്പോൾ അതൊന്ന് മേജറായിട്ട് നോക്കി വെക്കുക. അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിഫെൻസ് മെക്കാനിസംസ്. നമുക്ക് മേജറായിട്ട് ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസംസ് ആണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് ചോദിക്കുന്ന ഒരെണ്ണമാണ് റിപ്രഷൻ. റിപ്രഷൻ എപ്പോഴും ബാക്ക് ടു ബാക്ക് ചോദിച്ചു വരുന്നതാണ്. അപ്പം റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ഡെസിഷനാണ്. നമുക്ക് ഒരുപാട് പെയിൻഫുൾ മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് നമ്മുടെ കോൺഷ്യസിൽ നിന്നും അൺകോൺഷ്യസിലേക്ക് സപ്രസ് ചെയ്ത് വെക്കുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന എല്ലാ ഡിഫെൻസ് മെക്കാനിസംസും നമ്മുടെ ഫ്രോയിഡിൻ്റെ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ എസ്പെഷ്യലി റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ലെവലിലേക്ക് നമ്മുടെ പെയിനിനെ പുഷ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് അണ്ടർ എ ഫ്രോയിഡിയൻ തിയറി. അതുപോലെ പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, റിഗ്രഷനും ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ സെറ്റിൽ. സബ്ലിമേഷനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബാക്കിയൊന്നും അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് റിപ്രഷൻ ഇസ് ആസ് ബാക്ക് ടു ബാക്ക്. സോ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. ഇനി അടുത്തത് മോട്ടിവേഷനെ പറ്റിയും ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ഇയർ ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഇൻട്രൻസിക് മോട്ടിവേഷനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ. അതായത് ഇപ്പം ഒരു സിറ്റുവേഷൻ തരും, ഇപ്പം രാമു എന്ന് പറയുന്ന ആൾക്ക് തൻ്റെ ബോസിൽ നിന്നും പ്രൈസ് കിട്ടുന്നതിനേക്കാളും താല്പര്യം വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണെങ്കിൽ അതെന്ത് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആണ്? സോ ദാറ്റ് ഇസ് ആക്ച്വലി ഇൻട്രൻസിക് മോട്ടിവേഷൻ. അപ്പോൾ ഇൻട്രൻസിക്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് നോക്കി വെക്കുക. അതുപോലെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനും സെറ്റുകാരുടെ ഒരു വളരെ വളരെ ഫേവറേറ്റ് ഏരിയ ആണ്. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ മുമ്പോട്ട് വയ്ക്കുന്നത് ഡേവിഡ് മക്ലീലൻഡ് ആണ്. അതിൽ നീഡ് ഫോർ മോട്ടിവേഷൻ, എനാക്ക് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു. എന്നാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഈ ഐഡിയ ആരാണ് മുമ്പോട്ട് വെച്ചത്? ഇറ്റ് വാസ് ഡേവിഡ് മക്ലീലൻഡ്. അപ്പം ഇനി ചോദിച്ചുകൂടാന്നില്ല എന്നാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇറ്റ് ഇസ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അതുപോലെ നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, ഇത് മൂന്നും വരുന്നുണ്ട്. ഇത് മൂന്നുമാണ് ഇദ്ദേഹം സജസ്റ്റ് ചെയ്തത്. യു ക്യാൻ ഓൾസോ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ വേർ ഇതെല്ലാം തന്നിട്ട് ഇതിൽ ഡേവിഡ് മക്ലീലൻഡ് പറയാത്തത് ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എപ്പോഴും ചോദിക്കും. അതും ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിന്നിട്ട് ഇവിടെ കുട്ടിക്ക് ഉള്ള ഇൻ്റലിജൻസ് ഏതാണ്? നമുക്കറിയാം ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇതിനോടൊപ്പം 9ാമത്തെ ഇൻ്റലിജൻസ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, കറൻ്റ്ലി നമുക്ക് 9 മേജർ ഇൻ്റലിജൻസസ് ആണ് ഉള്ളത്. ഹവേർഡ് ഗാർണർ തന്റെ ബുക്കായ ഫ്രെയിംസ് ഓഫ് മൈൻഡിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 9th one is എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. അതിൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പോയറ്റ്സ്, അതായത് നമ്മൾ എഴുതുന്നതും വായിക്കുന്നതും കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരെയാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മാത്സ് ആൻഡ് ലോജിക് നന്നായിട്ട് അറിയാവുന്ന മാത്തമാറ്റിഷ്യൻസ് ആൻഡ് സയൻറ്റിസ്റ്റിനെ ലോജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നു. നമുക്ക് മ്യൂസീഷ്യൻ, കമ്പോസേഴ്സ്, അതുപോലെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഋതം മനസ്സിലാക്കുന്ന ആൾക്കാരെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നു. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന, എന്തെങ്കിലും പഠിക്കുമ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്യുന്ന ആൾക്കാരെ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസസ് എന്ന് വിളിക്കുന്നു. നമുക്ക് മനസ്സിൽ തന്നെ ഒരുപാട് സ്പേസസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്കാരെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, നമുക്ക് പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരെ ഡീൽ ചെയ്യാനും അറിയാമെങ്കിൽ വി ഹാവ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. നമുക്ക് നമ്മളെ പറ്റി തന്നെ നല്ല ധാരണയുണ്ടെങ്കിൽ വി കോൾ ദം എസ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. നേച്ചറുമായിട്ടുള്ള ഇൻ്റലിജൻസ് വളരെ ഹൈ ആണെങ്കിൽ വി കോൾ ദം നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ആൻഡ് ഞാൻ എന്തിനു ജീവിക്കുന്നു, എനിക്ക് കുറെക്കൂടെ ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്, ഹു ആം ഐ, വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് ലൈഫ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഫിലോസഫിക്കൽ തോട്ട്സ് ഉള്ള ആൾക്കാരെ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസസ് എന്ന് വിളിക്കും.
നെക്സ്റ്റ് വൺ സ്റ്റെപ്സ് ഇൻ ക്രിയേറ്റിവിറ്റി. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്രിപ്പറേഷൻ, ദെൻ ഇറ്റ് ഇസ് ഇൻക്യുബേഷൻ, ഇലൂമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ക്രിയേറ്റിവിറ്റിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഒരു കുട്ടിയെ ക്രിയേറ്റീവ് ആക്കണമെങ്കിൽ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം കൊടുക്കണം. ദാറ്റ് ഇസ് വെർ വി സേ പ്രിപ്പറേഷൻ. ദെൻ വി മേക്ക് ദം ഇൻക്യുബേറ്റ്. ഇൻക്യുബേറ്റ് എന്ന് പറഞ്ഞാൽ അടയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നമ്മൾ കൊടുത്ത തീമിനെ പറ്റിയിട്ട് ഒരുപാട് സൈഡിൽ നിന്നും ആലോചിക്കാനും പല ആംഗിൾസിൽ നിന്ന് അതിനെപ്പറ്റി ആലോചിക്കാനും ആ ഒരു പെർട്ടിക്കുലർ ഐഡിയയുടെ മണ്ടയിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ കുട്ടിക്ക് സമയം കൊടുക്കുക. ഫൈനലി ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ആ കുട്ടിക്ക് ഒരുപാട് ഐഡിയാസ് വരും. ദ യുറേക്ക മൂമെന്റ് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെ വന്നിരുന്നു. അവിടെ നമ്മൾ വരുന്നത് ഇല്യൂമിനേഷൻ സ്റ്റേജാണ്. നമുക്കൊരു ഐഡിയ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, ദാറ്റ് ഇസ് ഇല്യൂമിനേഷൻ സ്റ്റേജ്. ആൻഡ് ദെൻ ആ ഐഡിയയെ വി പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ് ആൻഡ് ഇസ് ഇറ്റ് വർക്കിംഗ് എന്നുള്ളത് നോക്കുന്നു, ദാറ്റ് ഇസ് ദി വെരിഫിക്കേഷൻ സ്റ്റേജ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് പിയാഷെയുടെ ഡെവലപ്മെന്റ് തിയറി. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. സെൻസറി മോട്ടോ സ്റ്റേജിൽ വരുന്ന മേജർ ഫീച്ചേഴ്സ് ആണ് ഒബ്ജക്ട് പെർമനൻസ് ആൻഡ് സെൻസറി എക്സ്പ്ലോറേഷൻ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് ഈക്കോസെൻട്രിസം, സിംബോളിക് പ്ലേ, ലാക്ക് ഓഫ് കൺസർവേഷൻ. ഇതിൽ ഓരോ കീ ഫീച്ചേഴ്സും എടുത്തിട്ട് ഇത് ഏത് സ്റ്റേജുമായിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡിങ്, കൺസർവേഷൻ. ആൻഡ് ഫൈനലി അബ്സ്ട്രാക്ട് തിങ്കിങ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് തിങ്കിങ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇതുപോലെ നമ്മുടെ ഫ്ലോ ചാർട്ടും കൂടെ മനസ്സിലാക്കി വെക്കുക. അസിമിലേഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്തൊരു പുതിയ കാര്യത്തിന് നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അക്കോമഡേറ്റ് ചെയ്യുന്നതിനെയാണ്. അല്ല, പുതിയൊരു കാര്യത്തിന് നമ്മുടെ ഉള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നതിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അസിമിലേഷൻ കഴിയുമ്പോൾ നമുക്കൊരു ഇക്വിലിബ്രേഷൻ വരും. പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പിന്നെയും ഡിസിക്വിലിബ്രേഷൻ വരും. അപ്പോൾ പുതിയൊരു സ്കീമിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമാസിലോട്ട് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദെൻ ഫൈനലി ആ അക്കോമഡേഷൻ നമ്മൾ പൂർത്തീകരിക്കുന്നത് അഗെയിൻ ഇൻ അസിമിലേഷൻ ആണ്. നെക്സ്റ്റ് വൺ പോളിസീസ് ആൻഡ് അപ്പെക്സ് ബോഡീസ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. UGC എന്തിനു വേണ്ടിയിട്ടാണ്, AICT എന്തിനാണ്, NCTE എന്തിനാണ്, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റ് ബാക്ക് ടു ബാക്ക് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് DPEP, SSA, RMSA ആൻഡ് RESA. ഇയേഴ്സ് നോക്കി വെക്കുക. അതിനോടൊപ്പം അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. DPEP എലമെൻ്ററി ലെവലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേറെ RMSA ഇസ് ഫോർ മിഡിൽ സ്കൂൾ ലെവൽസ്, അതായത് UP LP ലെവൽസിന് വേണ്ടിയിട്ടുള്ളതാണ് RMSA. ഫൈനലി റൂസ ഇസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഇത് ഓർത്ത് വയ്ക്കുക, ഇയേഴ്സ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർത്ത് വയ്ക്കുക. MHRD എന്നായിരുന്നു പണ്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ പേര്. ഇപ്പോൾ അറിയപ്പെടുന്നത് MOE എന്നാണ്. അതുപോലെ UGC, NCTE ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അവരുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് NUEPA. ശരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് NIEPA ആണ്, നീപ്പ. അവരെന്താണ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. ഒന്നെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇതിൽ ഏതാണ് ബെറ്റർ സ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുന്നത് എപ്പോഴും കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. നമുക്കറിയാം ഈ പർട്ടിക്കുലർ കോണിനെ സംബന്ധിച്ച് നമ്മൾ മുകളിലോട്ട് പോകും തോറും നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ റിട്ടൻഷൻ പവർ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. നമ്മളൊരു കാര്യം ചെയ്ത് ഡയറക്റ്റ്ലി പേർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരുപാട് നാളത് നമ്മുടെ മനസ്സിൽ റിട്ടൻറ്റീവായിട്ട് നിൽക്കും. അതേസമയം നമ്മൾ ചുമ്മാ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമ്മൾ അടുത്ത മിനിറ്റ് തന്നെ അത് എന്ത് ചെയ്യും, പലപ്പോഴും മറന്നു പോകും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു കോൺ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് റിട്ടൻഷൻ ആണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഏറ്റവും കോൺസെൻട്രേഷൻ കൂടി നമ്മൾ ഏറ്റവും നേരം റിട്ടേൺ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. തൊട്ടടുത്തത് കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പിക്ചേഴ്സ് ആൻഡ് വെർബൽ സിമ്പിൾസ് ഒക്കെയാണ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നത്. ഒന്ന് ഓർത്ത് വെക്കുക. കാച്ചി നെക്സ്റ്റ് വൺ ഗാറ്റ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആൻഡ് 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആദ്യം തന്നെ നമ്മൾ ക്ലാസ് ചെന്ന് കുട്ടികളുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നു. രണ്ടാമത് കുട്ടികളുടെ അടുത്ത് പറയും നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അതിനുശേഷം നേരത്തെ പഠിച്ച കാര്യങ്ങളൊന്ന് കുട്ടികളെ റീകോൾ ചെയ്യിക്കുന്നു. എന്നിട്ട് ദെൻ അടുത്തത് ഇന്നത്തെ കണ്ടന്റ് നമ്മൾ പ്രസന്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊരു ഗൈഡൻസ് കൊടുക്കും. നമ്മൾ ഇന്നത്തെ കണ്ടന്റിനെ പറ്റിയിട്ട് ഉള്ള കുറച്ച് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുക്കും. ഫൈനലി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കൊടുക്കും. സോ ദാറ്റ് കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ പെർഫോമൻസ്, ഇന്ന് പഠിച്ചതിനെ പറ്റിയുള്ള പെർഫോമൻസ് എലിസിറ്റ് ചെയ്യും.
അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു ഫീഡ്ബാക്ക് കൊടുക്കും, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പറയും. ഫൈനലി നമ്മൾ ഒന്നും കൂടെ ക്ലാസ്സിൽ അവസാനം ഒരു ഫൈനൽ എല്ലാ ടോപ്പിക്സും കൂടെ ചേർത്ത് ഒരു ക്വസ്റ്റ്യനിങ് സെഷൻ ഉണ്ടാവും അല്ലേ. ആൻഡ് ഫൈനലി നമ്മൾ ഒന്നുകൂടെ നമ്മുടെ കണ്ടന്റ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കും. ഇതാണ് 9 സ്റ്റെപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ആ ഒരു ഓർഡറിൽ ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് അഥവാ വരുന്നെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഈ ഒരു സാധനം നമ്മൾ ഒത്തിരി ഓർത്ത് വെക്കണം. ആദ്യത്തെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ആദ്യം നമ്മൾ സിഗ്നൽ ലേണിംഗ് ആണ്, അതിനുശേഷം സ്റ്റിമുലസ് റെസ്പോൺസ്, പിന്നെ ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ ആൻഡ് ദെൻ റൂൾ ലേണിംഗ്. റൂൾ ലേണിങ്ങിനെ നമുക്ക് പ്രിൻസിപ്പൽ ലേണിംഗ് എന്നും പറയാം കേട്ടോ, പ്രിൻസിപ്പൽ ലേണിംഗ് എന്നും പറയാം. ആൻഡ് ഫൈനലി പ്രോബ്ലം സോൾവിങ്. ഈ ആകത്തെ ഏറ്റവും മുകളിലത്തെ രണ്ടെണ്ണം ലാസ്റ്റ് രണ്ടെണ്ണം ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ മിഡിലുള്ളത് കറക്റ്റായിട്ട് ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ആയി കിട്ടും. കാരണം എന്തായാലും ഹയർ ഓർഡർ ആൻഡ് ലോവർ ഓർഡർ രണ്ടെണ്ണം അതിനകത്ത് കാണും. ദെൻ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ സിമ്പിൾ ആണ് എന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സെൻഡർ, മെസ്സേജ്, അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മീഡിയം, ഫൈനലി റിസീവർ, ഫീഡ്ബാക്ക് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡയഗ്രാമും അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് അതിൽ നമ്മുടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരുന്നത്. ദെൻ IT Act 2000 and 2008 ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാവരുടെ ഫേവറേറ്റ് 66C, 66E, സെക്ഷൻ 67A, B ഒക്കെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയാസ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കണം. നെക്സ്റ്റ് വൺ സൈബർ മാൽ പ്രാക്ടീസസ്. അതിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഫിഷിങ്ങും ഹാക്കിങ്ങും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ ഹാക്കിംഗ് എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ സിസ്റ്റം നെറ്റ്വർക്കും, ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രോഡുലന്റ് ഇമെയിലാണ്. നമുക്കിപ്പം അത്യാവശ്യമായി നിങ്ങളുടെ ഇത്ര പൈസ ഇന്ന അക്കൗണ്ടിലോട്ട് അയച്ചില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ബാങ്കും ഫ്രീസ് ആവും എന്നുള്ള ലെവലിലൊക്കെ ഉള്ള, നമ്മളെ പെട്ടെന്ന് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് നമ്മളെ വേറീഡ് ആക്കുന്ന ലെവലിലുള്ള ഇമെയിൽസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ഒക്കെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അവർ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ഫിഷ് ഫ്രം അസ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആധാർ നമ്പർ അയച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയോ ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ആവും, അങ്ങനെയുള്ള ഇമെയിൽസ് വരികയാണെങ്കിൽ അതിനെ ഫിഷിംഗ് എന്നാണ് പറയുന്നത്. വേറെ ഹാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ആരെങ്കിലും ഹാക്ക് ചെയ്ത് കയറുന്നു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ സ്പാമിങ്ങും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ സിലബസിലുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ആക്ഷൻ റിസർച്ച് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തരും ആൻഡ് ദെൻ യു ആർ ആസ്ക്ഡ് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച്. ആക്ഷൻ റിസർച്ച് ആയിരിക്കും മോസ്റ്റ്ലി തരുന്നത്. പ്രാക്ടീഷണർ ലെഡ് റിസർച്ചിനെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. കേർട്ട് ലെവൻ ആണ് ആദ്യമായിട്ട് ആക്ഷൻ റിസർച്ച് മുമ്പോട്ട് വെക്കുന്നത്, അങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുന്നത്. എഡ്യൂക്കേഷനിൽ ആദ്യം യൂസ് ചെയ്യുന്നത് സ്റ്റീഫൻ എം കോറിയാണ്. ഇതാണ് സ്റ്റെപ്സ് ഇൻ ആക്ഷൻ റിസർച്ച്. ആദ്യം നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം, ഒരു ആക്ഷൻ പ്ലാൻ ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അത് ഇംപ്ലിമെന്റിങ് എഫക്റ്റീവ് ആയോ എന്നറിയാൻ വേണ്ടി ഒബ്സർവ് ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്യുക, ഫൈനലി റിഫ്ലക്റ്റ് ആൻഡ് റിവൈസ്. നെക്സ്റ്റ് ബാക്ക് ടു ബാക്ക് ചോദിച്ചിരിക്കുന്ന രണ്ട് മേജർ കമ്പ്യൂട്ടിംഗ് ടീംസ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഗ്രീൻ കമ്പ്യൂട്ടിങ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ഒരുപാട് ഇമേജസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു. പക്ഷെ നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാതാകുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, ഗൂഗിൾ ഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലോട്ടോ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്റേണൽ മെമ്മറി നമുക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്യാം. അത് ക്ലൗഡിൽ അപ്പോൾ അത് സേവ് ആയിട്ട് കിടക്കും. സോ ക്ലൗഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഒരു ഒരു ഓൺലൈൻ സിസ്റ്റമാണ് വേർ യു ആർ സേവിങ് ഓൾ യുവർ ഫയൽസ് ആൻഡ് എവറിത്തിങ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് എപ്പോഴെങ്കിലും തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ റാപ്പിഡായിട്ട് കയറി റിട്രീവ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം അതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഒരു 3 ടൈപ്സ് ഉണ്ട്: സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, സാസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, പാസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, IaaS. അതുപോലെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ ഏറ്റവും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആൻഡ് റെസ്പോൺസിബിൾ ആയിട്ട് കമ്പ്യൂട്ടിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എനർജി എഫിഷ്യൻസി, വേസ്റ്റ് റിഡക്ഷൻ, സസ്റ്റൈനബിൾ ഡിസൈൻ ആൻഡ് മാനുഫാക്ചർ ഓഫ് ഓൾ ദി ഹാർഡ്വെയർ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ വാട്ട് എവർ ടെക്നോളജി ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. കുറേ ബാക്ക് ടു ബാക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഞാനൊന്ന് കവർ ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ മെയിൽ ID യിലോട്ട് മെയിൽ അയയ്ക്കുക. ഞാൻ എക്സാമിന് മുമ്പ് എന്തായാലും
റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് ഫോർ ടുഡേ. ഐ തിങ്ക് യു വിൽ ആഫ്റ്റർ വാച്ചിങ് ഓൾ ദീസ് സീരീസസ് യു വിൽ അബ്സല്യൂട്ട്ലി എന്താണ് ആസ് എ കേപ്പ് വാക്ക് you will qualify your paper 1. Also look into paper 2 is also very important. നിങ്ങൾക്ക് aggregator reach ചെയ്യണമെങ്കിൽ. So thank you, all the best, and I hope I'll be receiving a lot of emails from you that all these videos help you crack your Kerala set. Live, laugh and keep learning with me, Gayatri Shankar, here on YouTube. Bye.